മായാപൂർ ഇസ്കോൺ ക്ഷേത്രം പശ്ചിമ ബംഗാളിലെ നാദിയ ജില്ലയിൽ ഗംഗാ നദിയും ജലങ്കി നദിയും സംഗമിക്കുന്ന മനോഹരമായ തീരത്താണ് ലോകപ്രശസ്തമായ മായാപൂർ സ്ഥിതി ചെയ്യുന്നത്. ഭഗവാൻ കൃഷ്ണന്റെ അവതാരമായി വിശ്വസിക്കപ്പെടുന്ന ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ജന്മസ്ഥലമെന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള വൈഷ്ണവ ഭക്തരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണിത്. അന്താരാഷ്ട്ര കൃഷ്ണഭക്തി സമിതിയുടെ ഇസ്കോൺ ആഗോള ആസ്ഥാനമായ ഈ ക്ഷേത്ര സമുച്ചയത്തിന് 1970-കളിൽ ഇസ്കോൺ സ്ഥാപകനായ A.C. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദയാണ് അടിത്തറയിട്ടത്. മായാപൂരിലെത്തുന്ന ഭക്തരെ ആകർഷിക്കുന്ന പ്രധാന ആരാധനാലയം ശ്രീ രാധാ മാധവ ക്ഷേത്രമാണ്. ഇവിടെ രാധാ മാധവ വിഗ്രഹങ്ങൾക്കൊപ്പം അഷ്ടസ്കിമാരിയും ദർശിക്കാം. ചൈതന്യ മഹാപ്രഭുവിനെയും അദ്ദേഹത്തിന്റെ 4 അനുയായികളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീ പഞ്ചതത്വ ക്ഷേത്രത്തിലെ കൂറ്റൻ വിഗ്രഹങ്ങൾ ഭക്തിനിർഭരമായ കാഴ്ചയാണ്. കൂടാതെ ശ്രീല പ്രഭുപാദയുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച അതിമനോഹരമായ പുഷ്പ സമാധി മന്ദിരം ഇവിടുത്തെ പ്രധാന വാസ്തുവിദ്യാ വിസ്മയങ്ങളിൽ ഒന്നാണ്. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന വേദിക പ്ലാനറ്ററിയം 2VP ആണ് ഇവിടുത്തെ ഏറ്റവും പുതിയ ആകർഷണം. പൂർത്തിയാകുമ്പോൾ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയേക്കാൾ വലിപ്പമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മതപരമായ സ്മാരകമായി ഇത് മാറും. പ്രപഞ്ചത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള വൈദിക കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുന്ന ഒരു പ്ലാനറ്ററിയം ഇതിന്റെ സവിശേഷതയാണ്. 2024-ൽ ഇതിന്റെ നരസിംഹദേവ വിഭാഗം തുറന്നു നൽകിയിട്ടുണ്ട്. 2026 ഡിസംബറോടെ ക്ഷേത്രം പൂർണ്ണമായും പ്രവർത്തനസജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിവസവും പുലർച്ചെ 4 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് നടക്കുന്ന മംഗള ആരതിയോടെയാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. രാവിലെ 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് വരെ നീളുന്ന വിവിധ പൂജകളും ഭജനകളും ഇവിടെ നടക്കുന്നു. ഫുഡ് ഫോർ ലൈഫ് പദ്ധതിയിലൂടെ ദിവസവും 10,000-കണക്കിന് ആളുകൾക്ക് സൗജന്യമായ പ്രസാദം നൽകുന്നതും വൈദിക പഠനത്തിനായി സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ ജന്മദിനമായ ഗൗര പൂർണിമയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം. കൂടാതെ ജന്മാഷ്ടമിയും രഥയാത്രയും അതിഗംഭീരമായി കൊണ്ടാടുന്നു. കൊൽക്കത്തയിൽ നിന്ന് ഏകദേശം 130 കിലോമീറ്റർ അകലെയാണ് മായാപൂർ. ട്രെയിൻ മാർഗം വരുന്നവർക്ക് കൃഷ്ണനഗർ അല്ലെങ്കിൽ നവദ്വീപ് ഡാം സ്റ്റേഷനുകളിൽ ഇറങ്ങി ടോഡോയിലോ ഓട്ടോയിലോ ക്ഷേത്രത്തിലെത്താം. ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ തന്നെ ഗദാഭവൻ, വംശീഭവൻ തുടങ്ങിയ സുരക്ഷിതമായ ഗസ്റ്റ് ഹൗസുകൾ ലഭ്യമാണ്. വെബ്സൈറ്റ് വഴി ഇവ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതാണ് ഉചിതം. ക്ഷേത്ര പരിസരത്ത് മാംസാഹാരവും ലഹരിവസ്തുക്കളും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. മായാപൂർ സന്ദർശിക്കുമ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ജന്മസ്ഥലമായി യോഗപീഠം, 1000-ലധികം പശുക്കളുള്ള കൂറ്റൻ ഗോശാല, ഗംഗാ നദിയിലൂടെയുള്ള ബോട്ട് യാത്ര എന്നിവ കൂടി ഉൾപ്പെടുത്തുന്നത് യാത്രയെ കൂടുതൽ ധന്യമാക്കും.